അപ്പോൾ ഇന്നത്തെ നൈറ്റിൻ്റെ ഡിന്നർ കുറച്ച് സ്പെഷ്യലായാലോ. ആദ്യമേ തന്നെ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ഞാൻ നേരത്തെ വെള്ളത്തിലിട്ട് വെച്ച് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചത് കട്ട്ലറ്റ് ഉണ്ടാക്കാനുള്ള പ്ലാനിലായിരുന്നു. അപ്പോൾ പൊട്ടറ്റോ വേവിച്ചതും ഞാൻ ബീഫ് കട്ട്ലറ്റാണ് ഉണ്ടാക്കുന്നത്. അങ്ങനെ ബീഫ് ഒന്ന് വേവിച്ചിട്ട് അതിനെയും ക്രഷ് ചെയ്ത് ഉള്ളിയും പച്ചമുളകും എല്ലാം കൂടെ ഇട്ടിട്ട് കുറച്ച് ബ്രെഡ് ക്രംസും കൂടെ ഇട്ട് പിന്നെ മഞ്ഞൾപ്പൊടിയും ഗരം മസാലപ്പൊടിയും കുറച്ച് മുളക് പൊടിയും കൂടെ ഇട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തു. എന്നിട്ട് നമ്മുടെ കട്ട്ലറ്റിൻ്റെ ഷേപ്പാക്കി ഇത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഉള്ളി വശക്കുന്നതോ പച്ചമുളക് അതൊന്നും വശക്കേണ്ട ആവശ്യമില്ല. എല്ലാം ഞാൻ റോ ആയിട്ടാണ് ചേർത്തിട്ടുള്ളത്. ഇനി കോൺഫ്ലവർ മാവിലും അതുപോലെ തന്നെ നമ്മുടെ ബ്രെഡ് ക്രംസിലും കോട്ട് ചെയ്ത് നമുക്കിനി അതിനെ മാറ്റി വയ്ക്കാം. അപ്പോൾ ഞാൻ ഇതിനെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതൊക്കെ ഞാൻ വരുന്ന ടൈമിലാണ് കേട്ടോ ഫ്രൈ ചെയ്യാൻ പോകുന്നത്. പിന്നെ വിചാരിച്ചു കുറച്ച് പാനിപ്പൂരിയും കൂടെ ഉണ്ടാക്കിയാലോ. എന്തായാലും കട്ട്ലറ്റായി. അപ്പോൾ കട്ട്ലറ്റും പാനിപ്പൂരിയും ഒരു ഷേക്കും അതായിരുന്നു ഞാൻ പ്ലാൻ ചെയ്ത് വെച്ചിരുന്നത്. അങ്ങനെ പാനിപ്പൂരിയുടെ അതെല്ലാം റെഡിയാക്കി വെച്ചു കേട്ടോ. എന്തെന്നറിയില്ല, പെട്ടെന്ന് ഇങ്ങനെ ഇരിക്കാൻ നമുക്ക് കുറച്ച് ക്രേവിങ്സ് ഒക്കെ തോന്നൂലേ. അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുമല്ലോ. ഇതൊക്കെ ആകുമ്പോൾ നമുക്ക് ഈസി ആണല്ലോ. നമ്മൾ കടയിൽ പോയി വാങ്ങി കഴിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് വീട്ടിൽ തന്നെ ഇതൊക്കെ സെറ്റ് ചെയ്തെടുക്കാമല്ലോ. എന്നിട്ട് ഷേക്ക് ഉണ്ടാക്കാനായിട്ട് ഞാൻ നേരത്തെ വെള്ളത്തിലിട്ട് വെച്ചിരുന്ന ഡ്രൈ ഫ്രൂട്ട്സും മാംഗോ ആണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. മാംഗോയും കുറച്ച് പാലും പഞ്ചസാരയും എല്ലാം കൂടെ ഒഴിച്ചിട്ട് അതൊന്ന് അടിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് കട്ട്ലറ്റും ഫ്രൈ ചെയ്തു. മാംഗോ അടിക്കുന്ന സൗണ്ട് കേട്ടിടനെ എൻ്റെ മോൻ വന്ന് പറഞ്ഞു, എനിക്ക് മാംഗോ ഷേക്ക് വേണ്ട, എനിക്ക് ഓറിയോ ഷേക്ക് മതിയെന്ന്. അങ്ങനെ പിന്നെ മോൻ പറഞ്ഞതല്ലേ, അതുകൊണ്ട് പെട്ടെന്നൊരു ഗ്ലാസ് ഓറിയോ ഷേക്കും കൂടെ സെറ്റാക്കി. എന്നിട്ട് ഞാൻ ആ പാനിപ്പൂരിയുടെ പപ്പടം എല്ലാത്തിനെയും അങ്ങ് പൊരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതേ നമ്മുടെ എല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. പാനിപ്പൂരിയും നമ്മുടെ ഷേക്കും കട്ട്ലറ്റും എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കാണുമ്പോൾ തന്നെ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ വല്ലപ്പോഴൊക്കെ ഇങ്ങനെ കഴിക്കുമ്പോൾ നമുക്കൊരു സന്തോഷമല്ലേ, നമ്മുടെ മക്കൾക്ക് ഒരു സന്തോഷമായിരിക്കും. ഇതൊക്കെ നമ്മൾ സാധാരണ വെളിയിൽ നിന്ന് കാണിക്കുമ്പോൾ നമ്മളൊരു തൃപ്തി ഇല്ലാതെയായിരിക്കും നമ്മൾ മേടിച്ചു കൊടുക്കുന്നത് ഈ പാനിപ്പൂരിയൊക്കെ. അങ്ങനെ ഇതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് മക്കൾക്ക് കൊടുത്തപ്പം അവർ ഹാപ്പിയായി, അവർ കഴിക്കുന്നതുകൊണ്ട് ഞാനും ഹാപ്പിയായി.